അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ സ്കൂൾഷിപ്പ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ ഡോട്ട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നോക്കി തുടങ്ങാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ സ്റ്റോറി. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വൈ വാസ് വാഷ്ടി സാഡ്? വാഷ്ടി എന്തുകൊണ്ടാണ് സാഡ് ആയിരുന്നത്, ദുഃഖിതയായിരുന്നത്? എന്തുകൊണ്ടാണ്? വാഷ്ടിക്ക് ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞില്ല. വാഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷി കുഡ്ന്റ് ഡ്രോ എനിത്തിങ്. വാഷ്ടി ദുഃഖിതയായിരുന്നു കാരണം വാഷ്ടിക്ക് ഒന്നും വരയ്ക്കാനായിട്ട് കഴിഞ്ഞില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വാഷ്ടി ടു ഡു ആഫ്റ്റർ ഷി ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? അപ്പോൾ ഒരു ഡോട്ട് വരച്ചതിന് ശേഷം എന്ത് ചെയ്യാനാണ് ടീച്ചർ വാഷ്ടിയോട് പറഞ്ഞത്? After Vashti had drawn the picture, teacher asked her to sign her name. അപ്പോൾ ഒരു ചിത്രം വരച്ചതിന് ശേഷം, ഡോട്ട് വരച്ചതിന് ശേഷം വാഷ്ടിയോട് അവളുടെ നെയിം അതിൽ സൈൻ ചെയ്യാനാണ്, ഒപ്പിടാനായിട്ടാണ് ടീച്ചർ പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വാഷ്ടിസ് ടീച്ചർ ഡു വിത്ത് ഹർ പിക്ചർ? വാഷ്ടി വരച്ച ചിത്രം ടീച്ചർ എന്താണ് ചെയ്തത്? ടീച്ചർ ഫ്രെയിം ദ പിക്ചർ ആൻഡ് ഹാങ് ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. ടീച്ചർ ആ പിക്ചർ ഫ്രെയിം ചെയ്തു, അതുപോലെ തന്നെ അത് ക്ലാസ്സിൽ തൂക്കിയിട്ടു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വാഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്തുകൊണ്ടാണ് വാഷ്ടി കരുതിയത് അവൾക്ക് ആദ്യം വരച്ച ഡോട്ടിനേക്കാളും നല്ല ഡോട്ട്സ് വരയ്ക്കാൻ കഴിയുമെന്ന്? വാഷ്ടിസ് ലിറ്റിൽ ഡോട്ട് വാസ് ഫ്രെയിംഡ് ആൻഡ് ഹാങ്ഡ് ഇൻ ദ ക്ലാസ് റൂം. വാഷ്ടി ആദ്യം വരച്ച ആ ചെറിയ ഡോട്ട് ടീച്ചർ എന്ത് ചെയ്തു? ഫ്രെയിം ചെയ്യുകയും അതുപോലെ തന്നെ അത് ക്ലാസ്സിൽ തൂക്കിയിടുകയും ചെയ്തു. ദിസ് ഗേവ് ഹർ കോൺഫിഡൻസ്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ചെയ്തത് അവൾക്ക് എന്ത് നൽകി? കോൺഫിഡൻസ് നൽകി, ആത്മവിശ്വാസം നൽകി. അതായത് തനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് അവൾക്കൊരു വിശ്വാസം നൽകി. ഷീ വാസ് ഇൻസ്പയർഡ് ടു പെയിന്റ് ബെറ്റർ ഡോട്ട്സ്. അപ്പൊ ഇതിലൂടെ ഇനിയും കൂടുതൽ നല്ല ഡോട്ട്സ് വരയ്ക്കാനായിട്ട്, കൂടുതൽ പെയിന്റ് ചെയ്യുന്നതിനായിട്ട് അവൾക്ക് ഇൻസ്പിറേഷൻ കിട്ടി, പ്രോത്സാഹനം, പ്രചോദനം കിട്ടി എന്നാണ് പറഞ്ഞത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വാഷ്ടി ലൈൻ വരച്ചതിന് ശേഷം ആൺകുട്ടിയോട് പറയുന്നുണ്ട് അതിൽ സൈൻ ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വാഷ്ടി ഈസ് ട്രൈങ് ടു ഗീവ് ദ ബോയ് കോൺഫിഡൻസ് ടു ഡ്രോ. അപ്പോൾ ആൺകുട്ടിക്ക് ചിത്രം വരയ്ക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കാനാണ് വാഷ്ടി ഇവിടെ ശ്രമിക്കുന്നത്. ഹിയർ ഷീ പ്ലേസ് ദ റോൾ ഓഫ് ഹർ ടീച്ചർ. ഇവിടെ വാഷ്ടി അവളുടെ ടീച്ചറുടെ ആ ഒരു സ്ഥാനം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത്. അവളുടെ ടീച്ചർ അവളെ ഒരു ഡോട്ട് വരപ്പിച്ചതിലൂടെ വരയ്ക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതുപോലെ വാഷ്ടി ഇവിടെ ആൺകുട്ടിക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് അവന് ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? അപ്പോൾ ഇനി ആ ആൺകുട്ടി എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. The boy will gain confidence. He will try to draw better lines. അപ്പോൾ ആൺകുട്ടിയും കോൺഫിഡൻസ് നേടും, ആത്മവിശ്വാസം നേടും, തനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് അവനും മനസ്സിലാകും. അതിലൂടെ കൂടുതൽ ലൈൻസ്, കൂടുതൽ പെയിന്റിങ്സ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഇനി ഒരു ആക്ടിവിറ്റി ഉണ്ട് ഈ പാഠത്തിൽ, നമുക്ക് അതൊന്ന് നോക്കാം. ആക്ടിവിറ്റി 1, Some of the events of a story are illustrated below. അപ്പോൾ ഒരു കഥയിലെ ചില ഈവൻസ്, സംഭവങ്ങൾ ഒരു ചിത്രമായിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാതെ ചിത്രീകരിക്കുക എന്നാണ്. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഒരു കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എന്തൊക്കെ പിക്ചേഴ്സ് ആണ് കാണുന്നത്? ആരൊക്കെയാണ് പിക്ചറിൽ കാണുന്നത്? ഒരു ലയൺ കാണുന്നുണ്ട് അല്ലേ? ഒരു ലയണിനെ കാണുന്നുണ്ട്. ദെൻ എ മൗസ്, ഒരു എലിയെ കാണുന്നുണ്ട്. റാറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഒരു ലയൺ ഉണ്ട്, ഒരു മൗസ് ഉണ്ട്, പിന്നെയോ ഒരാളുണ്ടല്ലോ അവിടെ, ഒരു വേട്ടക്കാരനുണ്ടല്ലേ, അപ്പോൾ ഒരു ഹണ്ടർ ഉണ്ട്. അപ്പൊ ഇത്രയും പേരെയാണ് കാണുന്നത്. ഇത് വെച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോടൊരു കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നമുക്കൊരു കൊച്ചു കഥ എന്ത് ചെയ്യാം? എഴുതി നോക്കാം. ഓക്കെ അല്ലേ? ദ ലയൺ ആൻഡ് ദ മൗസ്. ഓക്കെ, സിംഹവും എലിയും. One day a lion was walking through the forest. ഒരു ദിവസം ഒരു സിംഹം ഫോറസ്റ്റിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. He saw a mouse coming out of a burrow. അപ്പൊ ആ സമയത്ത് ഒരു മൗസ്, ഒരു എലി അതിന്റെ മാളത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് സിംഹം കണ്ടു. ബറോ എന്ന് പറഞ്ഞാൽ മാളമാണ് കേട്ടോ. He leaned to pick the mouse.
അപ്പോൾ സിംഹം എന്ത് ചെയ്തു? മുന്നോട്ട് കുനിഞ്ഞ് ഈ മൗസിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുനിയുക. നമ്മളത് ഡോട്ട് എന്ന ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണല്ലേ. പ്ലീസ് ഡോണ്ട് കിൽ മീ, മൈ കിഡ്സ് വിൽ ബിക്കം ഹെൽപ്ലെസ്, ദ മൗസ് പ്ലീഡഡ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലല്ലേ, എൻ്റെ കുട്ടികള് നിസ്സഹായരായി തീരും, അവർക്ക് വേറെ ആരുമില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? നിസ്സഹായരായി തീരും. ദ മൗസ് പ്ലീഡഡ് എന്താണ്? എലി ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, കരഞ്ഞപേക്ഷിക്കുകയാണ്. ദ ലയൺ ഫെൽറ്റ് പിറ്റി. അപ്പോൾ ലയൺ എന്ത് തോന്നി? പിറ്റി തോന്നി, സഹതാപം തോന്നി, അയ്യോ പാവം എന്ന് തോന്നി. ഹി അലൗഡ് ദ മൗസ് ടു ഗോ. അപ്പോൾ സിംഹം മൗസിനെ എന്ത് ചെയ്തു? പോവാനായിട്ട് അനുവദിച്ചു. ദ മൗസ് താങ്ക് ദ ലയൺ ആൻഡ് വെന്റ് അവേ. ലയണിന് നന്ദി പറഞ്ഞിട്ട് മൗസ് എന്ത് ചെയ്തു? അവിടെ നിന്ന് പോയി. ഇനി നോക്കൂ, എ ഫ്യൂ വീക്സ് ലേറ്റർ ദ ലയൺ ഗോട്ട് ട്രാപ്ഡ് ഇൻ ദ നെറ്റ്. അപ്പൊ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ലയണ് ഒരു കെണിയിൽ പെട്ടു. എന്താണ്? ഒരു വലക്കെണിയിൽ പെട്ടു. ഇറ്റ് വാസ് സെറ്റ് ബൈ എ ഹണ്ടർ. ഒരു വേട്ടക്കാരൻ ഒരുക്കിയ ഒരു കെണിയായിരുന്നു അത്. ദ മൗസ് ഹേർഡ് ദ ലയൺ ക്രൈങ്. അപ്പോൾ സിംഹം കരയുന്നത് ആര് കേട്ടു? നമ്മുടെ മൗസ് കേട്ടു. ഇറ്റ് കെയിം ടു ഹെൽപ്പ് ദ ലയൺ. അപ്പോൾ ലയണിനെ സഹായിക്കാനായിട്ട് നമ്മുടെ റാറ്റ് അങ്ങോട്ടേക്ക് എത്തി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ബൈറ്റ് ആൻഡ് ബ്രേക്ക് ദ നെറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? അന്ന് വന്നിട്ട് നമ്മുടെ മൗസ് റാറ്റ് എന്ത് ചെയ്തു? ആ വല ഇങ്ങനെ കടിക്കാനും അതുപോലെ തന്നെ അത് കടിച്ച് കീറി മുറിക്കാനായിട്ട് ആരംഭിച്ചു. ഫൈനലി ദ ലയൺ വാസ് ഔട്ട് ഓഫ് ദ നെറ്റ്. അങ്ങനെ ഒടുവില് നമ്മുടെ ലയൺ ആ നെറ്റിൽ നിന്ന് എന്താണ്? പുറത്തേക്കായി എന്ന് വെച്ചാൽ ആ കെണിയിൽ നിന്ന് പുറത്തു വന്നു. ദ ലയൺ താങ്ക് ദ ലിറ്റിൽ മൗസ്. ലയൺ എന്ത് ചെയ്തു? മൗസിന് നന്ദി പറഞ്ഞു. ബോത്ത് ഓഫ് ദം ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ് ദെയർ ആഫ്റ്റർ. അതിനുശേഷം ലയണും മൗസും എന്താണ്? നല്ല കൂട്ടുകാരായിട്ട് മാറി. അപ്പൊ ഇതാണ് നമ്മുടെ കഥ. കഥ ഇഷ്ടമായവർ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കഥയെ ഉണ്ടാക്കിയെന്ന് അതുകൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഈ ആക്ടിവിറ്റിയും മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ സ്കൂൾഷിപ്പ് ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സജഷൻസും ഒക്കെ എന്ത് ചെയ്യുക? കോമെന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.